ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സൗത്ത് കൊറിയയുടെ പവലിയനാണ്. റിപ്പബ്ലിക് ഓഫ് കൊറിയ എന്ന ഔദ്യോഗികമായിട്ട് പറയപ്പെടുന്ന സൗത്ത് കൊറിയയുടെ കാഴ്ചയിലേക്ക് പോകാം. റിപ്പബ്ലിക് ഓഫ് കൊറിയ എന്ന സൗത്ത് കൊറിയ എന്ന് പറയുന്നത് നമ്മുടെ വില്ലനായ തടിയൻ്റെതല്ല. കുറച്ചൊക്കെ സമാധാനപരമായിട്ട് ജീവിതം മുന്നോട്ട് നയിക്കുകയും ലോകത്ത് തന്നെ ഏറ്റവും പ്രശസ്തമായ ടെക്നോളജി കമ്പനികൾ സാംസങ്, LG, അതുപോലെ വാഹന നിർമ്മാതാക്കളായ ഹോണ്ടായി, കിയ, ഈ തരത്തിലുള്ള ബിസിനസ് കാര്യങ്ങളും ടെക്നോളജിയുമായി മുന്നോട്ട് പോകുന്ന രാജ്യമാണ്. നല്ല തിരക്കുള്ള സമയമാണ്. അപ്പോൾ കൂടുതൽ നേരം സമയം ക്യൂ നിന്നിട്ട് വേണം അകത്ത് കയറാൻ. ക്യൂ പതിയെയാണ് നീങ്ങുന്നത്. കുറച്ചധികം വെയിറ്റ് ചെയ്തതിനു ശേഷമാണ് അകത്തെത്തിയത്. നിറയെ ഫോണുകളാണ് കേട്ടോ. ഒരുപാട് ഫോൺ വെച്ചിട്ടുണ്ട്. കാണുമ്പോൾ ഫേസ്ബുക്ക് ഓണാക്കിയ മാതിരിയുണ്ട്. അവരുടേതായ സോഫ്റ്റ്വെയർ ആണ്. ഇത് കയ്യിലെടുക്കാൻ പറഞ്ഞു കേട്ടോ. എല്ലാവരോടും നമ്മുടെ നെയിമൊക്കെ കൊടുത്ത് ഫില്ല് ചെയ്യുക, പിന്നെ ഫോട്ടോ എടുക്കുക, ഈ വക പരിപാടികളാണ്. എലിവേറ്റർ വഴി വീണ്ടും മുകളിലോട്ടാണ് പോകുന്നത്. സ്റ്റെപ്പുണ്ട്. ചില സ്ഥലത്തൊക്കെ എലിവേറ്റർ ഉണ്ട്, ചില സ്ഥലത്ത് സ്റ്റെപ്പാണ്. സ്റ്റെപ്പൊക്കെ കടന്ന് ഇവിടെ എത്തിയപ്പോൾ ഔട്ട്ഡോർ കാഴ്ചയാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ എക്സ്പോയുടെ അധിക പവലിയനും കാണാം. അപ്പോൾ എല്ലാവരും സെൽഫി എടുക്കുന്നുണ്ട്. അവർ തന്ന ഫോണിലാണ് എടുക്കുന്നത്. ആ കാണുന്നതാണ് അൽവാസൽ പ്ലാസ. നമ്മൾ മുൻപത്തെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. അവിടെ ഫുള്ള് ഏരിയയിൽ നല്ല രസമുണ്ട്. പിന്നെ ഈ കാണുന്നതാണ് ടോപ്പ് വ്യൂ എന്ന് പറയും. എക്സ്പോയുടെ അധിക ഭാഗം കാണാൻ വേണ്ടി നമ്മൾ മുകളിലോട്ട് ലിഫ്റ്റ് പോലെ ഒരു സംവിധാനമാണ്. മുകളിലോട്ട് പൊങ്ങും. പിന്നെ ദൂരെ കാണുന്ന ജൂബിലി പാർക്കാണ്, മെയിൻ സ്റ്റേജാണത്. കൊറിയക്കാർ തന്ന മൊബൈലിൽ എല്ലാവരും ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്താ പരിപാടി എന്ന് സത്യത്തിൽ മനസ്സിലായിട്ടില്ല. ഓക്കെ, ഫോട്ടോ എടുത്തുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോവാണ്. ഇത് ഒരു പേപ്പേഴ്സ് കൊണ്ട് വെർച്വൽ എക്സ്പീരിയൻസിൻ്റെ ഒരു സംഭവമാണ്. രസമുണ്ട് കേട്ടോ കാണുമ്പോൾ. ചെറിയ ലെറ്റേഴ്സൊക്കെ ഒരു രൂപമായിട്ട് മാറുന്ന സംഗതിയാണ്. ഉണ്ടാകും, അടിപൊളിയായിട്ടുണ്ട്. വീണ്ടും നമ്മൾ താഴെ നിന്ന് കയറി അതുപോലെ തന്നെയുള്ളൊരു ബാൽക്കണിയിലെത്തി. പോയിട്ട് പുറം കാഴ്ചകളാണ് വീണ്ടും കാണുന്നത്. അൽവാസയിൽ പ്രോഗ്രാം നടക്കുന്നുണ്ട്. അങ്ങനെ മൊബൈൽ എന്തിനാണ് ഉത്തരം കിട്ടി. കയറി വരുന്ന ചില സൈഡിലൊക്കെ ബാർകോഡ് ഉണ്ട്. അപ്പോൾ അവർ തന്ന മൊബൈൽ വെച്ചിട്ട് നമ്മൾ സ്കാൻ ചെയ്യാം. ഗെയിമിങ്ങിൻ്റെ കാര്യങ്ങളിലൊക്കെ അതുപോലെ വെർച്വൽ റിയാലിറ്റി എന്ന് പറയും, ത്രിമാന അനുഭവം നൽകുന്ന സ്ക്രീനുകളായാലും ഒരുപാട് പ്രൊഡക്റ്റുകൾ ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ച ഒരു രാജ്യമാണ് കൊറിയ. കണ്ടില്ലേ, ഗ്രാഫിക്കലായിട്ടുള്ള കാര്യങ്ങൾ കാണിക്കുന്നു. എക്സ്പോയുടെ പവലിയനുകളാണെന്ന് തോന്നുന്നു കാണുമ്പോൾ. കൊറിയ എന്ന് പറഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. സിനിമയുടെ കാര്യത്തിലായാലും സംഗീതം അതുപോലെ ആയോധന കലയിലും നമ്പർ 1 ആയിട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ തന്നെ ആ വേദിയുടെ മുന്നിലുണ്ട്. പിന്നെ പറയാൻ മറന്നത് ബാർകോഡിംഗ് അല്ല, ഒരു കോഡിംഗ് ആണ്. ഇതിൻ്റെ പേര് എനിക്കറിയുന്നില്ല. ആ ചിത്രങ്ങൾ കാണിക്കുക, അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഗെയിമുകളാണ്, അല്ലെങ്കിൽ വിഷ്വൽസാണ് നമുക്കിതിൽ കാണുന്നത്. ഗ്രാഫിക്കലായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള വിഷ്വൽസാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. ലോകത്തിപ്പോൾ ഏറ്റവും കൂടുതൽ പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്ന K-pop മ്യൂസിക്കിൻ്റെ വീഡിയോസാണ് ഇപ്പോൾ കാണുന്നത്. വെർട്ടിക്കൽ സിനിമ. ഇപ്പോൾ കുറച്ച് നടന്നപ്പോൾ ഒരു തിയേറ്ററാണെന്ന് തോന്നുന്നു, അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇടുങ്ങിയ വഴിയാണ്, താഴോട്ട് പോയാലാണ്. പോയി നോക്കാം. താഴെയൊക്കെ ബെഡൊക്കെ ഉണ്ട്. താഴെ കിടന്ന് മുകളിലോട്ട് നോക്കുന്ന പരിപാടിയാണ്. എല്ലാവരും സീറ്റിന് വേണ്ടി പോയി. അപ്പോൾ നമുക്ക് നോക്കാം. എനിക്ക് സീറ്റ് കിട്ടി. ഓക്കെ,
അത്യാവശ്യം നല്ല രീതിയിലുള്ള കാഴ്ചകളൊക്കെ ഉണ്ട്. ശബ്ദവും കുഴപ്പമില്ല. ഇനി അടുത്ത കാഴ്ച എന്താണെന്ന് നോക്കാം. എനിക്ക് മനസ്സിലായത് കൊറിയ അവരുടെ സംസ്കാരത്തെയും അതുപോലെ പുതിയ ടെക്നോളജിയെയും ഒരുപോലെ കൊണ്ട് നടക്കുന്ന ഒരു രാജ്യമായിട്ടാണ് തോന്നിയത്. ഇത് അവരുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരിടാണ്. കുടുംബങ്ങളും അതുപോലെ ചുറ്റുപാടുള്ളവരൊക്കെ ഒത്തൊരുമിച്ച് കൂടാനുള്ള ഒരു വേദികൾ അവരുടെ നാട്ടിലുണ്ട്. നമ്മുടെ നാട്ടിൽ നടുമുറ്റം എന്നൊക്കെ പറയുമ്പോഴുള്ള സിസ്റ്റം അവരുടെ നാട്ടിലുണ്ട്. അവിടെ അവരുടെ ആയോധന കലകളും അതുപോലെ കലാപരമായിട്ടുള്ള കാര്യങ്ങൾ പ്രകടിപ്പിക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന രീതിയാണ്. അപ്പോൾ അതിന് ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു വേദിയാണിത്. അങ്ങനെ പിടികിട്ടി. നമ്മുടെ സെൽഫിയൊക്കെ എന്തിനാണെന്ന് വെച്ചാൽ ഈ സ്ക്രീനിൽ ഓരോരുത്തരുടെയും സെൽഫി കാണിക്കുന്നുണ്ട്. നമ്മളെ സെൽഫി വരുന്നത് കാത്തിരിക്കാം, ചിലപ്പോൾ വരാം, വരാതിരിക്കാം. ഇതാ ഇവിടെ വലതുഭാഗത്തായിട്ട് രണ്ടാമത്തെ റോയിൽ വന്നിട്ടുണ്ട്. ഇവിടെ ചുറ്റും നമുക്ക് ത്രിമാന അനുഭവം നൽകുന്ന ഓരോ കാര്യങ്ങളാണ്. ഈ ഡിസ്പ്ലേ കണ്ടില്ല, ഇത് താഴേക്ക് വരികയും മേലോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. ഇനി കാത്തിരിക്കാം ഇവരുടെ എന്താണ് വേദിയിൽ ഒരുക്കുന്ന പരിപാടികൾ എന്നതിനെ കുറിച്ച് നമുക്ക് കാണാൻ. സ്മാർട്ട് കൊറിയ, അവരുടെ ഒരു കൺസെപ്റ്റ് അതാണ്, സ്മാർട്ട് കൊറിയ. പറയുന്നത് പോലെ തന്നെ കേട്ടോ, വളരെ സ്മാർട്ടായിട്ടുള്ള കാര്യങ്ങളാണ്. ലോകത്തിന് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഗവേഷണങ്ങളും ഒക്കെ നടത്തിയിട്ടുള്ള ഒരു രാജ്യമാണ് കൊറിയ. അങ്ങനെ പ്രോഗ്രാം തുടങ്ങാനായി. കാണാം. അടിപൊളി കാഴ്ചയായിരുന്നു കേട്ടോ. കൊറിയയുടെ കാഴ്ചകൾ അടിപൊളിയായിരുന്നു. സ്മാർട്ട് കൊറിയ എല്ലാ അർത്ഥത്തിലും സ്മാർട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പുറത്തെ കാഴ്ചകൾ കാണാം. മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, എക്സ്പോയുടെ ഓരോ വഴികളും ഓരോ ദിവസവും
ഓരോ നിമിഷവും വ്യത്യസ്തമായിരിക്കും. അത്രയും ഭംഗിയായിട്ട് എല്ലാ ഇടങ്ങളും അത്രയും രസകരമാണ്. അതിലെ ശബ്ദങ്ങളായാലും എല്ലാം കൊണ്ടും ഇവിടെ ദുബായിൽ വന്നിട്ട് ഇത് കാണാതെ പോകുന്നത് നഷ്ടമാണ്. എല്ലാവർക്കും വരാൻ പറ്റിയെന്നില്ല, കുറേ സുഹൃത്തുക്കൾ ഇപ്പോഴും വരാൻ പറ്റാത്തവരൊക്കെ, അപ്പോൾ അവർക്കൊക്കെ കാണാം. ഇടയ്ക്ക് വെച്ച് നമ്മളൊരു കുട്ടിത്തൊക്കെ നമുക്ക് നമ്മുടെ ചെറിയ മനസ്സൊക്കെ പുറത്ത് ചാടും. ഓക്കെ, നല്ല രസമായിട്ടുള്ളൊരു കാര്യങ്ങളാണ് ചുറ്റും. നല്ല കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന സംഭവമാണ്. നമ്മളും ചെറുപ്പമായി പോകും ഇതിൻ്റെ ഇടയിൽ പെട്ട്. ഓക്കെ, കാരണം അടുത്തതിലേക്ക് പോകാം വീഡിയോ. വീണ്ടും ഓർമ്മകളിലേക്ക് പോവാണ്. അത് ലൈറ്റിങ് കണ്ടാൽ പിന്നെ നമ്മൾ വിടാറില്ല. കാരണം മാക്സ് പ്രോ ലൈറ്റ് ആൻഡ് സൗണ്ട് പറഞ്ഞിട്ട് നാട്ടിൽ നമ്മൾ ഒരുപാട് കാലം വർക്ക് ചെയ്തിരുന്നു. അടിപൊളി. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവരും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുക, കമൻറ്റും ചെയ്യുക. പിന്നെ ബെൽ ബട്ടൺ ഒന്നാണ്ട് അടിച്ചാളി. ബൈ.